ഇസ്രായേലിലെ ഹൈഫ റിഫൈനറി കത്തി അമരുകയാണ്. ശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമണം പതിച്ചതിൻ്റെ കാരണത്താലാണ് മേഖലയിൽ തീപിടുത്തമുണ്ടായത് എന്നുള്ളതും ഒരു ഭാഗം അപ്പാടെ കത്തി അമർന്നിരിക്കുന്നു എന്ന് അന്താരാഷ്ട്ര മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു. കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത മാത്രമാണ് ഇസ്രായേൽ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നുള്ളതും കൃത്യമായിരിക്കുന്ന ഒരു യുദ്ധം തൊട്ടുപിറകെ വരാനിരിക്കുന്നു എന്ന് ഇറാൻ ഈ വിഷയത്തോടനുബന്ധിച്ച് പ്രതികരിക്കുകയും ചെയ്തു. അതിന് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: നാവികസേനാ മേധാവിയെ കൊലപ്പെടുത്തിയതുമായിരിക്കുന്ന വിവരം നിസ്സാരമായ രീതിയിലല്ല തങ്ങൾ കാണുന്നത്, ഗൗരവത്തിൽ തന്നെയാണ്. അലി റിസ ടാങ്സീരി എന്ന് പറയുന്ന സൈനിക മേധാവിയാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. അത് ഇറാൻ സ്ഥിരീകരിക്കുകയും അതിൻ്റെ തുടർച്ചയായ രീതിയിൽ ഹൈഫ റിഫൈനറി കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം വ്യാപിപ്പിക്കുകയും ചെയ്തു. ഈ മേഖല ആക്രമിക്കുന്നത് ഇത് രണ്ടാം തവണയാണ്. എണ്ണ ടാങ്ക് അപ്പാടെ പൊട്ടിത്തെറിക്കുന്ന ശബ്ദങ്ങൾ കിലോമീറ്റർ കടന്നും കേൾക്കാമായിരുന്നു എന്ന തരത്തിലാണ് ചില റിപ്പോർട്ടുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഹൈഫ മേഖല എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഈ സീപോർട്ട് ആക്രമിച്ച ഒരു വിവരം ഇതിന് മുമ്പ് തന്നെ പുറത്തു വന്നിരുന്നു. അത് ഒടുവിലെ സമയത്ത് ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ചെറിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ റിഫൈനറി കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കുന്നത് ഇത് രണ്ടാം തവണയാണ്. ആദ്യത്തെ ആക്രമണം ഒരു ഭാഗത്ത് മാത്രമാണ് തീപിടുത്തം ഉണ്ടായത്. പെട്ടെന്ന് അത് കെടുത്താൻ വേണ്ടി സാധിച്ചു, 2 മിസൈലുകളെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചു എന്ന് അവർ അവകാശപ്പെടുകയും ചെയ്തു. പിന്നീട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ നാവികസേനാ മേധാവിയുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ശക്തമായിരിക്കുന്ന ആക്രമണം ഉണ്ടായി. മാത്രമല്ല യൂണിവേഴ്സിറ്റി അടക്കം ആക്രമിക്കപ്പെട്ടതോടുകൂടി പിന്നീട് ഇറാൻ്റെ പ്രത്യാക്രമണം നിങ്ങൾ കാത്തിരിക്കുക, ലോകത്തിന് തങ്ങളത് കാണിച്ചു കൊടുക്കും എന്നായിരുന്നു ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞത്. വല്ലാതെ വൈകാതെ ആ കാര്യങ്ങൾ യാഥാർത്ഥ്യമായി എന്ന് ചുരുക്കം. ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്, ഈ മേഖല ആക്രമിക്കാൻ തുനിയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും കടൽ ആളിക്കത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളും തങ്ങൾ തയ്യാറായിരിക്കുന്നു എന്ന് US മറീനുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന തരത്തിലാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പ്രതികരണം ഇറാൻ്റെ ഭാഗത്ത് പുറത്തു വന്നത്. ഇറാൻ്റെ എണ്ണ കൈയെടുക്കുകയാണ് ലക്ഷ്യമെന്ന് ട്രംപ് പറഞ്ഞതോടുകൂടി ഇത് റൂട്ട് മാറിയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ട്രാക്ക് തെറ്റിയിരിക്കുന്നു എന്നാണ് അതിനെക്കുറിച്ചുള്ള പരാമർശം. കാര്യം എന്ന് പറയുന്നത്, ഇറാൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ആണവായുധത്തിൻ്റെ മേഖല തകർക്കുക മാത്രമല്ല ലക്ഷ്യം. എങ്ങനെയാണോ മറ്റ് ലോക രാജ്യങ്ങളിൽ അമേരിക്ക ഇടപെടുന്നത് എന്ന് കൃത്യമാണ്. വെനിസ്വേലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടുത്തെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയതിന് ശേഷം അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അവിടുത്തെ എണ്ണ മേഖല തങ്ങളുടെ നിയന്ത്രണത്തിലാണ്. തങ്ങളും കൂടി സംയുക്തമായ രീതിയിലാണ് ഇപ്പോൾ ഉൽപാദന, വിതരണ, നിർമ്മാണ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇത് തങ്ങളുടെ ലക്ഷ്യമായിരുന്നു. ഇപ്പോൾ വെനിസ്വേലയെ സംബന്ധിച്ചിടത്തോളം അത് കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ്. സമാനമായിരിക്കുന്ന സ്ഥിതി വിശേഷം ഇറാനിലും ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. അതായത് എണ്ണ തങ്ങളുടെ ലക്ഷ്യമാണ്, അത് കൈയെടുക്കുക എന്നുള്ളത് തങ്ങളുടെ ആവശ്യമാണ്. മുൻപേ തങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നു, ഇപ്പോൾ അത് ഏറെക്കുറെ അടുത്തിരിക്കുന്നു എന്ന തരത്തിലാണ് അമേരിക്ക ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ഇതോടെ സമാധാന ശ്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറെക്കുറെ വഴിമുട്ടിരിക്കുന്ന സ്ഥിതിയാണ്. കാര്യം എന്ന് പറയുന്നത്, അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൃത്യമായി ട്രംപ് പറയുന്നു. വാക്ക് മാറ്റി പറയുന്നുണ്ടെങ്കിൽ പോലും ട്രംപ് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: എണ്ണ കൈയെടുക്കുക എന്ന് പറയുന്ന സമയത്ത് ഈ മേഖലയിൽ സർവാധിപത്യം ഉണ്ടാവുകയും പിന്നീട് ലോകാടിസ്ഥാനത്തിൽ എണ്ണ വിതരണവും അതിൻ്റെ നിയന്ത്രണവും അതിൻ്റെ വില നിശ്ചയിക്കുന്ന അധികാരി ട്രംപായിട്ട് മാറുകയും ചെയ്തു. അറേബ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, വിൽപ്പന നടത്തുന്നുണ്ട്. അതിൻ്റെ റൂട്ട് മാപ്പാണ് ഹോർമുസ് കടൽ പോലെയുള്ള ഈ മേഖല. ആ മേഖലയുടെ നിയന്ത്രണം, റൂട്ട് പാത വളരെ നിർബന്ധമാണ്. വസ്തുക്കൾ നിർമ്മിക്കുന്നു എന്ന് മാത്രമല്ല, വിതരണം ചെയ്യാനുള്ള സംവിധാന കാര്യങ്ങൾ ഉണ്ടാകുക എന്നുള്ളതും അടിസ്ഥാനമായിരിക്കുന്ന കാര്യമാണ്. അത് ഇറാൻ്റെ നിയന്ത്രണത്തിലായത് വലിയ പ്രയാസമാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള ബന്ധങ്ങൾ അറേബ്യൻ രാജ്യങ്ങളുമായിട്ടുണ്ട്. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നിർമ്മിക്കുന്ന പെട്രോളിയം കാര്യങ്ങളൊക്കെ മറ്റു രാജ്യത്തേക്ക് വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് പോകാനുള്ള റൂട്ട് കാര്യങ്ങൾ അമേരിക്കയുടെ കൈവശത്തിലേക്ക് എത്തുന്ന സമയത്ത് ഇവിടെ വിഷയം എന്ത് വരും എന്ന് പറഞ്ഞാൽ, അറേബ്യൻ രാജ്യങ്ങൾക്ക് എത്ര പെട്രോളിയം ആണെങ്കിലും ഉണ്ടാക്കാം, വിഷയമല്ല. അവർക്ക് എത്ര വേണമെങ്കിലും വിൽപ്പന നടത്താം, അതും വിഷയമല്ല. പക്ഷേ അവർ മറ്റൊരു രാജ്യത്തേക്ക് റൂട്ട് പാത ഉപയോഗിച്ചുകൊണ്ട് ഹോർമുസ് കടലിലൂടെ പോവുകയാണെങ്കിൽ അതിന് കൃത്യമായിരിക്കുന്ന ചുങ്കം നൽകണം. ഇപ്പോൾ തന്നെ 18 ലക്ഷം രൂപയാണ് ഇറാൻ വാങ്ങുന്നത്. അതിൽ കൂടുതൽ വാങ്ങുകയാണെങ്കിൽ പോലും അത്ഭുതപ്പെടാനില്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, നിർമ്മിക്കുന്ന വസ്തുക്കളുടെ വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ അധികാരം അമേരിക്കയുടെ കൈവശത്തിൽ എത്തുന്നതോടുകൂടി ഇതിൻ്റെ സ്ഥിതിഗതികൾക്കൊക്കെ മാറ്റങ്ങൾ വരും. ഈ ഒരു പേടി യഥാർത്ഥത്തിൽ ഇപ്പോൾ സർവ്വ മേഖലയിലും ഉണ്ടായിരിക്കുന്നു. കാര്യം എന്ന് പറയുന്നത്, അമേരിക്കയുടെ കൈവശത്തിലേക്ക് ഈ മേഖല വരുന്നതോടുകൂടി മിഡിൽ ഈസ്റ്റിലെ സൈനികപരമായിരിക്കുന്ന ആധിപത്യം ഓട്ടോമാറ്റിക്കായിട്ട് ഇസ്രായേലിലേക്ക് ഒതുങ്ങും.
പിന്നെ ഇസ്രായേലാണ് തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണമെന്നുള്ളത്. ഇസ്രായേലാണ് അഭിപ്രായങ്ങൾ പറയുന്നത്. ഇസ്രായേലിൻ്റെ തീരുമാനത്തിനനുസരിച്ച് മാത്രമേ നീങ്ങാൻ പറ്റൂ എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും. ഇതൊരു ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ യുദ്ധം തുടങ്ങിയ ഒരു മാസമായിട്ട് ഇതുവരെ ഇറാനിലേക്ക് ഒരു ആക്രമണം അറേബ്യൻ രാജ്യങ്ങളുടേത് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല. ആ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്ക ആക്രമിക്കുന്നു എന്നുള്ളതാണ് ഇറാൻ്റെ പരാതി. ഇറാൻ ഇങ്ങോട്ട് ആക്രമിക്കുന്ന സമയത്ത് അറേബ്യൻ രാജ്യങ്ങളെ പ്രതിരോധിക്കുകയാണ് ചെയ്യുന്നത്. പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക ബാധ്യത ഓരോരോ രാജ്യങ്ങൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല അവരുടെ അവരുടെ സാമ്പത്തിക മേഖലയിൽ സ്രോതസ്സുകൾ, കുടിവെള്ളം ആണെങ്കിലും ഗ്യാസ് ആണെങ്കിലും പെട്രോളിയം ആണെങ്കിലും മറ്റ് ഫാക്ടറികൾ, റിഫൈനറി അടക്കമുള്ള ഫാക്ടറികളിലേക്കൊക്കെ വലിയ രീതിയിൽ ആക്രമണം നടത്തുകൊണ്ട് സാമ്പത്തികപരമായ രീതിയിൽ വലിയ ഞെരുക്കും വലിയ പ്രയാസം അറേബ്യൻ രാജ്യങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടാകുന്നു. ഇതിനെല്ലാം കൂടി അതിജീവിക്കണമെങ്കിൽ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൂടെ അല്ലാതെ ഒരിക്കലും സാധിക്കുകയില്ല. അമേരിക്ക ഈ ഇറാൻ പിടിച്ചെടുക്കുക അല്ലെങ്കിൽ കീഴ്പ്പെടുത്തുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവുകയോ അതിനനുസരിച്ച ഒരു സാധ്യതകൾ മേഖലയിൽ വരികയോ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങൾ മറ്റൊരു തലത്തിലേക്ക് നീങ്ങുമെന്നുള്ളതാണ്. അഥവാ അവിടുത്തെ സൈനിക മേഖല അപ്പാടെ മറ്റൊരു തീവ്ര ചിന്താഗതിയിലേക്ക് മാറുകയും പിന്നീട് അവിടെ ആഭ്യന്തരമായ രീതിയിലെ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. ഒരിക്കൽ പോലും ഒരു ദിവസം പോലും സമാധാനമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനം നടത്താൻ പറ്റാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതിന് ഉദാഹരണമുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭീകരവാദിയായിരുന്നു, തീവ്രവാദിയായിരുന്നു, മുദ്ര കുത്തിയിട്ട് അതിൻ്റെ സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്കൊക്കെ ദശകോടികളുടെ അതിന് പേര് നൽകുന്നവർക്ക് ദശകോടികളുടെ ഡോളർ പോലും പ്രഖ്യാപിച്ചതാണ്. 15-17 വർഷത്തോളം അവിടെ ഹമീദ് കർസായിയുടെ നേതൃത്വത്തിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ നേതൃത്വത്തിൽ ഭരണം നടത്തി. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് അതേ താലിബാൻ വീണ്ടും അധികാരത്തിൽ വന്നു. ഇപ്പോൾ താലിബാനാണ് അവിടെ ഭരിക്കുന്നത്. അപ്പോൾ ആ വിഷയം കണ്ടെത്താനോ അത് മനസ്സിലാക്കാനോ അതിനെ പ്രതിരോധിക്കാനോ വേറെ എന്തെങ്കിലും ചെയ്യാനോ സാധിക്കാത്ത വിധം പ്രയാസത്തിലായി അമേരിക്ക എന്നുള്ളത് ഒരു കൃത്യമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനിസ്ഥാൻ പോലെയുമല്ല, ഏകദേശം റിസർവ് സൈനികരടക്കം 8 ലക്ഷം സൈനികരുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. ഈ സൈനികർ അപ്പാടെ ആയുധ പ്രാക്ടിക്കൽ ലഭിച്ചവരും അതോടൊപ്പം തന്നെ ഓരോരോ ദേശീയതക്കപ്പുറമായ രീതിയിൽ അവർ പ്രാദേശിക തലത്തിൽ സൈനിക സംവിധാനവും അവരുടെ ആയുധങ്ങൾ സൂക്ഷിക്കാനുള്ള മേഖലയും ഉണ്ടാക്കിയിട്ടുണ്ട് പ്രവിശ്യ അടിസ്ഥാനത്തിൽ എന്നുള്ളതാണ്. അഥവാ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, തെഹ്റാൻ വീഴുന്നൊരു സാഹചര്യം വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യം 31 പ്രവിശ്യകൾ 31 രാജ്യങ്ങളായി മാറി സർവ്വ മേഖലയിൽ നിന്നും യുദ്ധം നേരിടേണ്ട ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് അമേരിക്ക പോകും. അത് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കാത്ത വിധമായിരിക്കും. കാര്യം ഇറാൻ്റെ ഭൂമിശാസ്ത്രവും അതിൻ്റെ സ്ഥിതി കാര്യങ്ങളും അത് കൃത്യമായ രീതിയിൽ പഠിച്ചിട്ടില്ലെങ്കിൽ, ഓരോരോ രാജ്യത്തിൻ്റെ ഭൂമിയുടെ ഘടനയും അവസ്ഥകളും സാഹചര്യങ്ങളും പഠിച്ചിട്ടില്ലെങ്കിൽ നിലനിൽക്കാൻ പറ്റില്ല. ഗസയിൽ എന്തുകൊണ്ട് ഇസ്രായേൽ നിലനിൽക്കുന്നില്ല എന്നതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണം ആ ഭൂമിശാസ്ത്ര ഘടനാ സംവിധാനത്തെക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ്. സമാന സ്ഥിതി തന്നെ ഇവിടെ ഇറാനിലും ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഇപ്പോൾ അതോടനുബന്ധിച്ച് ഹൂത്തികളുടെ ഒരു മുന്നറിയിപ്പ് വന്നിരിക്കും. സൂയസ് കനാൽ തങ്ങൾ അടക്കുന്നതാണ്. ആ ചെങ്കടലിനോട് ചേർന്നിട്ടാണ് സൂയസ് കനാൽ ഉള്ളത്. ഈ മേഖലയാണ് രണ്ടാമത്തെ അന്താരാഷ്ട്ര പാതയായിട്ട് കണക്കാക്കുന്നത്. ഇവിടേക്ക് തങ്ങൾ ആക്രമിക്കും. 2023 സമാധാനമായിരിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ കാണുന്നത്. കാർഗ് ദ്വീപ് തൊട്ടാൽ സൂയസ് കനാൽ കത്തും. അവിടെ പിന്നീട് അതിൻ്റെ ഭരണ സംവിധാനം തങ്ങളായിരിക്കും നിയന്ത്രിക്കുക. ചെങ്കടലിൽ എങ്ങനെയാണോ അമേരിക്ക പരാജയപ്പെട്ട് സമാനമായ രീതിയിൽ സൂയസ് കനാൽ കേന്ദ്രീകരിച്ചുകൊണ്ടും അവർ പരാജയപ്പെടും. അവരുടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും എത്രയുണ്ടെന്ന് വളരെ കൃത്യമായി പഠിച്ച രാജ്യമാണ് യമൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യമനിലെ ഹൂത്തികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓർമുസുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യമായി ചർച്ച ചെയ്യുന്നത്. ഓർമുസ് എന്ന് പറയുന്നത് ഇറാൻ്റെതാണ്. അതിന്മേൽ തൊട്ടുള്ള കളി തീക്കളിയായിരിക്കും. തങ്ങളിപ്പോൾ സജീവമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ഹൂത്തികളുണ്ട്, ഹിസ്ബുള്ള ഗ്രൂപ്പുണ്ട്, ഇറാനുണ്ട്. 3 സംയുക്തമായ രീതിയിൽ ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തുന്നു. ഇറാനെ സഹായിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ബാധ്യതയും കടമയുമാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ അത് നിർവഹിക്കും എന്നുള്ളതാണ് ഹൂത്തികൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഹൂത്തികൾ ഒന്നുകൂടി പറയുന്നുണ്ട്, ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കാരണത്താൽ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇറാന് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ തങ്ങൾ പിന്നീട് ആ രാജ്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതിരോധം ഉണ്ടാക്കുക തങ്ങളായിരിക്കും എന്നുകൂടി പറയുന്നു. അപ്പോൾ സർവ്വ മേഖലയിലും വലിയ വ്യാപകമായ രീതിയിലുള്ള യുദ്ധത്തിൻ്റെ രീതികൾ വ്യാപിക്കാനുള്ള കാരണമായിട്ട് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഇടപെടൽ മൂലം നടക്കുന്നുണ്ട്, അല്ലെ സാധിക്കുന്നുണ്ട് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇതിനു മുൻപ് തന്നെ ഇറാൻ ഈ കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായ രീതിയിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതൊരു മേഖലാ യുദ്ധമായിട്ട് മാറും. ഇറാനും അമേരിക്കയും അല്ലെങ്കിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമായിട്ടല്ല, മേഖലാ യുദ്ധമായിട്ട് മാറും. തങ്ങളുടെ രാജ്യത്തിന് നേരെ ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ
അത് വ്യാപിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും സാധ്യമാണ്. തങ്ങളുടെ രാജ്യത്ത് ഒരു പൗരൻ പട്ടിണി കിടക്കുകയാണെങ്കിൽ ആ പട്ടിണിയുടെ പ്രയാസങ്ങൾ മറ്റുള്ളവരും അനുഭവിക്കും. തങ്ങൾക്ക് കുടിവെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ, വൈദ്യുതി കിട്ടിയിട്ടില്ലെങ്കിൽ, ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ സമാന രീതിയിലാണ് തിരിച്ചടികൾ ഉണ്ടാകും. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ആക്രമിച്ചു, അതിന് സമാന്തരമായ രീതിയിൽ തങ്ങൾ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിയതോടുകൂടി പരമാവധി അറേബ്യൻ രാജ്യത്തുള്ള അമേരിക്കയുമായിട്ട് ലിങ്ക് ചേർത്ത യൂണിവേഴ്സിറ്റികളൊക്കെ അടക്കപ്പെട്ടു. പിന്നെ ഓൺലൈനാണ് ഇപ്പോൾ പഠന കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്.